ഹായ് ഫ്രണ്ട്സ്, ട്രിവാൻഡ്രത്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്കൊരു 2 നില വീട് ആഗ്രഹിക്കുന്നവർക്ക് ഒരു ബെറ്റർ ഓപ്ഷനാണ് അപ്പോൾ ഈ ഒരു വീട് വരുന്നത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ട്രിവാൻഡ്രം കാവിമ്പുറം എന്ന സ്ഥലത്താണ്. നമുക്ക് ട്രിവാൻഡ്രം പുളിയിറക്കോണത്തിന് സമീപമാണ് നമുക്ക് ഈ ഒരു കാവിമ്പുറം എന്ന സ്ഥലം വരുന്നത്. നമ്മൾ ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്നൊക്കെ ആണെങ്കിൽ നമുക്കൊരു 12 കിലോമീറ്റർ ട്രാവൽ ചെയ്താലും നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ എത്താൻ പറ്റും. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. 4 സെൻറ്റിൽ 1700 സ്ക്വയർ ഫീറ്റിൽ നമുക്ക് ഈ ഒരു വീട് വരുന്നത്. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂം, ഫസ്റ്റ് ഫ്ലോറിലാണ് ബാക്കി 2 ബെഡ്റൂം വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ അകത്തോട്ട് കയറിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ കയറി വരുമ്പോഴത്തേക്ക് നമുക്ക് സ്ലൈഡിങ് ഒരു ഫോൾഡിങ് ഗേറ്റുമാണ് നമുക്കിവിടെ ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. തറ ഫുള്ളും ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് യൂസ് ചെയ്ത് അങ്ങനെ നമുക്കിവിടെ സെറ്റ് ആക്കിയിട്ടുള്ളത്. പിന്നെ നമുക്ക് ചെറിയ 2 കാറാണെങ്കിൽ നമുക്ക് അകത്ത് പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസ് ഉണ്ട്. SUV കാറൊക്കെ ആണെങ്കിൽ നമുക്ക് ഒന്ന് മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്ത് നിൽക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്കിവിടെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. പിന്നെ നമുക്ക് ഈ വീടിന് പൈപ്പും കിണറും നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമുക്കിവിടെ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് വരുന്നത്. അത്യാവശ്യം വൈഡായിട്ടുള്ളൊരു സിറ്റ് ഔട്ടാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ട് എൻട്രൻസ് ഡോർ വരുന്നത് ഫുള്ള് തന്നെ പ്ലാവിലാണ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, നല്ല ഫിനിഷിങ്ങിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കാണാം. അപ്പോൾ നമുക്ക് കയറി വരുമ്പോഴത്തേക്ക് കണ്ടോ, വിശാലമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയ നമുക്ക് ഈ ഒരു വീടിന് കൊടുത്തിട്ടുണ്ട്. നല്ല വിശാലമായിട്ട് ചെയ്തിട്ടുണ്ട്. ലിവിങ് ഏരിയ ചെയ്തിട്ടുണ്ട്. തൊട്ടിപ്പുറത്ത് അവിടെ ഡൈനിങ് ഏരിയ വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ഓപ്പൺ കിച്ചൺ എല്ലാം നമുക്ക് വിസിബിളായിട്ട് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കയറുമ്പോഴേ കാണുന്ന ടൈപ്പാണ് നമുക്കിവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂം ഈ ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതാണ് നമുക്ക് ഇവിടുത്തെ ലിവിങ് ഏരിയ വരുന്നത്. ഇവിടുത്തെ TV യൂണിറ്റ് ആണ്. ഈ ഭാഗത്താണ് നമുക്ക് TV യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫുള്ള് തന്നെ നമുക്കിവിടെ മൾട്ടിവുഡിൽ ചെയ്തിട്ടുള്ളതാണ് നമുക്ക് TV യൂണിറ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ള TV ഒക്കെ നമുക്ക് വയ്ക്കാൻ പറ്റും. മുകളിൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്ങാണ് സീലിംഗ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഭാഗത്താണ് നമുക്കിവിടെ ഡൈനിങ് ഏരിയ വരുന്നത്. ടൈലുണ്ട്, സെയിം ഏരിയ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് കുറച്ച് വൈഡായിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് വാഷിംഗ് ഏരിയ വരുന്നത്. കണ്ടോ, മിറർ ഇവിടെ സിങ്ക് വരുന്നുണ്ട്. താഴെ 2 സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഓപ്പൺ കിച്ചൺ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഉണ്ടോ, അകത്തോട്ട് വരുമ്പോൾ നമുക്കിവിടെ തറയിൽ സെയിം ടൈൽ തന്നെ കൊടുത്തിട്ടുള്ളത്. കൂടാതെ നമുക്ക് കണ്ടോ ഫുള്ളും തന്നെ മൾട്ടിവുഡിൽ തന്നെയാണ് നമുക്കിവിടെയും. ഇപ്പോൾ ഫുള്ളും തന്നെ നമുക്ക് കബോർഡ്സ് ഫുള്ളും തന്നെ മൾട്ടിവുഡിൽ തന്നെയാണ് നമുക്ക് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൗണ്ടർ ടോപ്പിലും കണ്ടോ ടൈലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെയാണ് നമുക്ക് സിങ്ക് വരുന്നത്. ഒരു ബ്ലാക്ക് കളർ സിങ്കാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇലക്ട്രിക് ചിമ്മിനി വെക്കണമെങ്കിൽ നമുക്ക് അതിനുള്ള സ്പേസ് നമുക്കിവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതവിടെ മുകളിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ടോപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീട്ടിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത്. ഈ ഭാഗത്താണ് നമുക്ക് ആ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. സെയിം ടൈൽ തന്നെയാണ് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അകത്തോട്ട് വരുമ്പോൾ നല്ല സ്പേസ് ഉണ്ട്. മുകളിൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ആണ് സീലിംഗിൽ കൊടുത്തിട്ടുള്ളത് ഇവിടെ. പിന്നെ നമുക്കിവിടെ അവിടെയും വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ഡോർ ടൈപ്പ് വാർഡ്രോബും ഇവിടെ നമുക്ക് ഷെൽഫ് വരെയും ഇവിടെ മിററൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ അറ്റാച്ച്ഡ് ബാത്റൂം PVC ഡോറാണ്. അപ്പോൾ അകത്തോട്ട് നമുക്ക് ഗ്രിപ്പിംഗ് ഡെയിൽ വരുന്നുണ്ട്. ഫുള്ള് ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അവിടെ മിറർ, സിങ്ക് എല്ലാ സംഭവം എവിടെയും കൊടുത്തിട്ടുണ്ട്. നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ച കാണാം. നമുക്ക് ഈ ഒരു സ്റ്റെയർ കയറിയാണ് പോകേണ്ടത്. സൈഡിൽ ഹാൻഡിൽസ് ഫുള്ളും തന്നെ വുഡിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതവിടെ പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് നമുക്ക് ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് പർഗോള രീതിക്ക് ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. മുകളിൽ ചെന്നിട്ട് ക്ലിയർ ആയിട്ട് കാണാം. അപ്പോൾ മുകളിൽ ഒരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. നമുക്ക് മുകളിൽ ചെന്നിട്ട് ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. മുകളിലാണ് നമുക്ക് ബാക്കി 2 ബെഡ്റൂം വരുന്നത്. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് ലിവിങ് ഏരിയയാണ് ഈ ഭാഗം കാണുന്നത്. ഇവിടെ നമുക്ക് സ്പേസ് ഉണ്ട്, അത്യാവശ്യം സ്പേസ് നമുക്ക് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് പർഗോള രീതിയിൽ ചെയ്തിട്ടുള്ള സംഭവം. കണ്ടോ, ഇതാണ് കൊടുത്തിട്ടുള്ളത്. ഹാങ്ങിങ് ഫാൻസി ലൈറ്റ് വരുന്നത് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് മുകളിൽ ഫുള്ളും തന്നെ പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്, സ്പോട്ട് ലൈറ്റിംഗ് ആണ് സീലിംഗിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ വാഷിംഗ് മെഷീൻ വയ്ക്കണമെങ്കിൽ ഈ ഭാഗത്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ടെക്സ്ചർ വർക്ക് ചെയ്ത ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നമുക്ക് അതിന് കൊടുക്കാനുള്ള പോയിന്റ് എല്ലാം വരുന്നുണ്ട്. ഇനി നമുക്കിവിടെ 2 ബെഡ്റൂമാണ് വരുന്നത്. ഒരു ബെഡ്റൂം ഇവിടെ, ഒരു ബെഡ്റൂം അപ്പുറത്താണ് വരുന്നത്. നമുക്ക് ആദ്യം ഈ ഒരു ബെഡ്റൂം നോക്കാം. അപ്പോൾ നമ്മൾ കയറി വരുന്നതിന് മുമ്പേ ഇവിടുത്തെ സ്വിച്ചൊക്കെ ഉണ്ടോ, കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സ്വിച്ചുകളുണ്ട്. അപ്പോൾ നമ്മൾ സാധാ കാണുന്നതിനേക്കാളും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സ്വിച്ചാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അകത്ത് വരുമ്പോൾ ഇപ്പോൾ ടൈലെല്ലാം സെയിം ടൈപ്പാണ് വരുന്നത്. പിന്നെ സ്പേസ് നല്ല ഉണ്ട്. നമുക്ക് മുകളിൽ നോക്കിയാൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്, സീലിംഗ് വരുന്നുണ്ട്. പിന്നെ വാർഡ്രോബ് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. 2 ഡോർ ടൈപ്പാണ്. ബാക്കി ധാരാളം സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം PVC ഡോർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ നമുക്ക് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ബാത്റൂമിൽ ഷവർ വരുന്നുണ്ട്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. അവിടെ മിറർ, സിങ്ക് എല്ലാ സംഭവവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ബെഡ്റൂം ഈ ഭാഗത്താണ് വരുന്നത്. ഇതിന് നമുക്ക് സ്പേസ് ഉണ്ട്. 2 വിൻഡോ വരുന്നുണ്ട്. മുകളിൽ ചാനൽ ലൈറ്റിങ്ങും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്തെ സെയിം പാറ്റേണിലുള്ള തന്നെ ഒരു വാർഡ്രോബും നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ കണ്ടോ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം PVC ഡോർ കൊടുത്തിട്ടുള്ളത്. അകത്ത് വരുമ്പോൾ ഇവിടെ ഗ്രിപ്പിംഗ് ഡെയിൽ വരുന്നുണ്ട്.
ടെയിൽ പാറ്റേൺ എല്ലാം ഇതാണ് വരുന്നത്. ഇവിടെയും മിറർ, സിങ്ക് എല്ലാ സംഭവവും ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ബാൽക്കണി ഇതാ ഈ ഭാഗത്താണ് ബാൽക്കണി വരുന്നത്. കണ്ടോ, നല്ല സ്പേസ് ഉണ്ടായിട്ടുള്ള ഒരു ബാൽക്കണി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മുകളിൽ നമുക്ക് ഇവിടെ പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ആണ് സീലിംഗ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ സൈഡിൽ ഹാൻഡിൽസ് ഉണ്ട്, സ്റ്റീലും ഗ്ലാസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഹാൻഡിൽസ് ആണ് നമുക്കിവിടെ സൈഡ് പോർഷനിൽ വരുന്നത്. ടൈലെല്ലാം സെയിം ടൈപ്പ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 65 ലക്ഷമാണ് നമുക്ക് ഈ ഒരു വീടിന് വരുന്നത്. നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇവിടെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വന്ന് കാണാൻ സാധിക്കും. കൂടാതെ നിങ്ങൾ ഹോം ലോണിനാണ് വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങളുടെ ബഡ്ജറ്റ് ഒരു 50 ലക്ഷത്തിന് താഴെയോ അല്ലെങ്കിൽ അതിന് മുകളിലോ അല്ലെങ്കിൽ 1 കോടിക്ക് പുറത്തുള്ള വീടാണെങ്കിൽ നിങ്ങൾ ട്രിവാൻഡ്രം സിറ്റി നോക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ധാരാളം വീടുകൾ അവൈലബിൾ ആണ് ട്രിവാൻഡ്രത്ത്. അപ്പോൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വന്നാൽ മാത്രം മതി. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും വീട് വാങ്ങിക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലത്തെ ഉള്ള വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ ചാനലിലൊന്ന് ഫോളോ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് അടുത്തൊരു വീഡിയോ കടന്നു വരാം. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ നമ്പറിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്ത് വരിക. അപ്പോൾ പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കടന്നു വരാം. എല്ലാവർക്കും ബൈ.